പണം കിട്ടിക്കഴിഞ്ഞപ്പോ നീ പുതിയ അടവെടുക്കാൻ നോക്കാണല്ലേ? അവൻ ചത്തതേ അവന്റെ കയ്യിലിരിപ്പുണ്ട. അതുപോലെ നിനക്കും ചാവണ്ടെങ്കി മര്യാദക്ക് എന്നെ ഇവിടുന്ന് തുറന്നു വിട്ടോ. എന്റെ സഹോദരനോട് നീ കാണിക്കാത്ത മര്യാദ ഞാൻ എന്തിനാണ് നിന്നോട് കാണിക്കുന്നേ? നന്ദുവിന്റെ കൂട്ടുകാരൻ ആന്റണി എന്നോട് പറഞ്ഞത് നന്ദു നിന്നെ ഒരിക്കൽ കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചെന്നാ. പാവം, അവന്റെ അവസാനത്തെ ആഗ്രഹം സഫലമാവാതെ അവൻ പോയി. അവന്റെ ആത്മശാന്തിക്ക് വേണ്ടി അവന്റെ ആഗ്രഹം ഞാൻ എന്നിലൂടെ സാധിച്ചു കൊടുക്കാൻ പോവാ. എന്റെ ദേഹത്തെങ്ങനെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. എങ്കിലും വെട്ടടി. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ചെയ്ത ജീവനോടെ നീ പുറത്തു പോവില്ല. മര്യാദക്കാണെങ്കിൽ പണ്ട് നീ നന്ദുവിന്റെ കാര്യം മറന്ന് ശബരിയുടെ കൂടെ ജീവിച്ചതുപോലെ ഇതും കഴിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നിനക്ക് നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോവാം. എന്തു പറയുന്നു? അഭിമാനമുള്ളൊരു പെണ്ണ് ഒരിക്കലേ ചതിക്കപ്പെടും. പിന്നെ അവൾക്കുണ്ടാകുന്ന ചതിയുടെ പേര് മരണമെന്ന. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്റെ അടുത്തേക്ക്. വേട്ടയാടി പിടിക്കുന്ന ആടി എനിക്കിഷ്ടം. ദയല്ലേ അവര് വിട്ടയച്ചതോ അതോ ഇവള് ചാടിയതോ? എന്തു പറ്റി? അവന്മാരെ നിന്നെ വീട്ടിലെത്തിക്കാന്നല്ലേ പറഞ്ഞത്? കാശ് കിട്ടിയപ്പോ അവന്മാർ ആള് മാറി എന്നെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോ ഞാൻ അവനെ കുത്തിയെന്നു. പിന്നെ നീ എങ്ങോട്ട് പോവാ? പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. അല്ലാതെ വേറെ വഴിയില്ല വിനേട്ടാ.